മാർക്കോടെ വിവാദങ്ങൾ തീരുന്നില്ല സോഷ്യൽ മീഡിയയിൽ. ഇന്ന് ഞാനൊരു പോസ്റ്റ് കണ്ടു. കുട്ടികൾ മാർക്കോ കാണുന്നത് തടയണം, മുഖ്യമന്ത്രിക്ക് പരാതി. കുട്ടികൾ മാർക്കോ കാണുന്നത് തടയണം, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കോൺഗ്രസ് നേതാവ്. ഞാൻ അങ്ങനെ നോക്കിയത് എന്തോന്നടേ ഇത് വിഷയം. ഓൾറെഡി സർട്ടിഫൈഡ് മൂവി, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കാണാൻ പാടൂ. ഇനിയിപ്പോൾ ഏതെങ്കിലും തിയേറ്ററിൽ അമ്മമാരോ അച്ഛന്മാരോ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് കയറി കഴിഞ്ഞാൽ അത് റെസ്പോൺസിബിലിറ്റി ആ പാരൻസും ആ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുത്ത ആളുകളും എടുക്കുക എന്നല്ലാതെ സിനിമാക്കാർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ കണ്ടിന്യൂസ്ലി പറയുന്നുണ്ട് ഭയങ്കര ബ്രൂട്ടൽ വയലൻസ് ഉള്ളൊരു മൂവിയാണ്, 18 വയസ്സിൻ്റെ മുകളിൽ ഒരു കയറി കണ്ടാൽ മതി, ആണോ പെണ്ണോ മനസ്സിന് കട്ടിയുള്ളവരും കണ്ടാൽ മതി എന്നുള്ളവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്ത് കേസ്, എന്ത് മുഖ്യമന്ത്രിക്ക് നിവേദനം എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നെ വേറെ സിനിമകളുടെ പ്രൊമോഷൻ്റെ ഇടയിലും മാർക്കോയെക്കുറിച്ചുള്ളൊരു എലമെൻ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ അതിനൊരു വിസിബിലിറ്റി റീച്ച് അത് കാരണം ചർച്ച ചെയ്യൂലോ എന്നുള്ളത് കൊണ്ടായിരിക്കണം ജാഫർ ഇടുക്കിയും നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും മാർക്കോ റെഫറൻസ് വെച്ച് 2 ഡയലോഗ് അടിച്ചു. അതങ്ങനെ കത്തിപ്പടർന്ന് അവർക്ക് പൊങ്കാല കിട്ടുന്നുണ്ടെങ്കിലും അവരുടെ സിനിമയുടെ പ്രൊമോഷൻ ടൂൾസിലേക്ക് ആളുകളുടെ ട്രാക്ഷൻ കൊണ്ടുവരാൻ പറ്റി. അത് അവരവരുടെ സിനിമയ്ക്ക് മാർക്കോട് ആ സാധനം ഉപയോഗിച്ചു എന്നുള്ളത് വെൽ പ്ലേഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ജാഫർ ഇടുക്കിയുടെ ആ ഒരു വീഡിയോ ഞാൻ അവിടെ വയ്ക്കാം. മാർക്കോ ഒന്നല്ലല്ലോ നമ്മുടെ വിഷയം. മാർക്കോ അതിന്റെ രീതിയിൽ അത് വിജയിച്ചു. അതിന്റെ ഇപ്പുറത്ത് വേറെ പടം വിജയിച്ചു പോണേ, മറ്റേ ഈ പടം വിജയിക്കണേ, ഞങ്ങളുടെ പടം വിജയിക്കണേ, എല്ലാ പടവും വിജയിക്കണേ. ഇംഗ്ലീഷിലൊന്നുമില്ല, നിങ്ങളെ ഈ തോക്ക് പിടിച്ചോണ്ട് നിൽക്കാൻ അപ്പുറത്തിരിക്കുന്ന ആക്ട്രസ് തന്നെ ആകെ കുടുങ്ങിപ്പോയി. ഇനി ഇങ്ങേരൊപ്പം ഇരുന്നിട്ട് ഞാനും കേൾക്കേണ്ടി വരുമല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ടായിരിക്കും. ലൈക്ക് മാർക്കോ കീർക്കോ എന്നൊന്നും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ്. നമ്മളെക്കാൾ കൂടുതൽ അവർക്കാണ് അത് കീപ്പ് ചെയ്യേണ്ടത്. അവരുടെ ഒപ്പം ഇറങ്ങുന്നതോ അല്ലെങ്കിൽ അവരുടെ സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിലുള്ളതോ ആയിട്ടുള്ളൊരു പടം, എല്ലാത്തിനും ഒരേ എഫേർട്ടാണ് സിനിമ, അല്ലേ? മാർക്കോ കീർക്കോ അതൊരു ബാഡ് തിങ് ആയി എന്ന് എനിക്ക് പേഴ്സണലി ഫീലായി. അതിനുള്ളത് അങ്ങേർക്ക് അവിടെ കമൻറ്റ് ബോക്സിൽ കിട്ടുന്നുണ്ട്, തികച്ച് കൊടുക്കുന്നുണ്ട് ആളുകൾ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തൂക്ക് പിടിച്ച് വരണോ അല്ലെങ്കിൽ എല്ലാ പടവും ഒരുപോലെ ഇരിക്കണമെന്നൊന്നുമില്ല. കോണ്ടൻറ് ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ടെക്നിക്കൽ വൈസ് നല്ല വർക്കാണെന്നുണ്ടെങ്കിൽ, നല്ല ക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഒരു പടം കയറ്റാൻ വേണ്ടി അടുത്ത പടം ഇടിച്ചിടണം അല്ലെങ്കിൽ ആ പടത്തിനെ കുറിച്ച് പറയണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ സിനിമാക്കാരെങ്കിലും അത് പറയാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാന്യത. ഈ സുരാജ് വെഞ്ഞാറമൂട് ഇതില് അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം കേട്ടോ. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ അതായത് സിനിമയിൽ പറയുന്നുണ്ട്. ഓക്കെ, അവിടെയും ഇഡിയുടെ പ്രൊമോഷന് സമയത്ത് സെയിം വയലൻസ് ഒന്നും ഇല്ല, നിങ്ങൾ കയറി കണ്ടോ, ഇതൊരു ഫാമിലി പടമാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വെട്ടിക്കീറലും വെട്ടിത്തുന്നലുകളും ഒന്നും ഇല്ല എന്നുള്ളത് സുരാജും പറഞ്ഞത്. എന്താണെങ്കിലും അതും സുരാജും കുറച്ചെന്താണ് കമൻറ്റ് ബോക്സിൽ അങ്ങനെ താങ്ങ് മേടിക്കുന്നുണ്ട്, ലൈക്ക് മീ. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, കുറേ ആളുകൾ പറഞ്ഞു എൻ്റെ ശബ്ദത്തിൽ സംസാരത്തിൽ എവിടെയോ ഒരു ഉണ്ണിമൂന്നിനുള്ള ഹെയ്റ്റ് ഉണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനത് നിങ്ങളെ തോന്നലിനേ പറയാനുള്ളൂ. ഞാനിത് കംപ്ലീറ്റ്ലി ഇനി റിപ്പീറ്റ് അടിച്ച് പറയാൻ വയ്യടെ. ആ തോന്നൽ നിങ്ങളെ തോന്നൽ നിങ്ങൾ വെച്ചോ. ഓക്കെ, അപ്പം ഇനി കുട്ടികൾ മാർക്കോ കാണുന്നത് തടയണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് ആരാ എന്നായിരിക്കും. അഡ്വക്കേറ്റ് JS അഖിൽ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ, കോൺഗ്രസ് നേതാവാണ് ഈ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത്. അയാളുടെ ഫേസ്ബുക്ക് വാളിൽ അയാൾ എഴുതിയിട്ടുള്ളത്, മാർക്കോ സിനിമ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കാണിക്കുന്നതിനെതിരെ പരാതി നൽകി. അതൊക്കെയാണ്. കാരണം 18 വയസ്സിന് താഴെയുള്ള അച്ഛനമ്മമാർ കുട്ടികളെ നിർബന്ധിപ്പിച്ച് കയറ്റിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ നിർബന്ധത്തിന് അവർ കൊണ്ടുപോയി കാണിക്കുന്നുണ്ടെങ്കിൽ അത് മേ ബി ആ സിനിമയ്ക്കും നാളെ പണി വരാം. മനസ്സിലായോ? അത് കണ്ടിട്ട് ഇനി ഏതെങ്കിലും ഒരു കുട്ടിക്ക് ട്രോമ അടിച്ചു കഴിഞ്ഞാൽ നാളെ അത് വിഷയമായിരിക്കും. ഓക്കെ, അത് സിനിമേനെ ബാധിക്കുന്നുള്ളത് കൊണ്ട് അത് ആ ഒരു സാധനം ഓക്കെ. പക്ഷെ 18 വയസ്സിൻ്റെ മുകളിലുള്ളവർ കണ്ടാൽ മതി എന്ന് അവർ പറഞ്ഞ സിനിമയ്ക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വലിച്ചു പിടിച്ച് കൊണ്ടുപോകുന്ന അച്ഛനമ്മമാർ, അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് സിനിമാക്കാരൻ്റെ തലയിൽ കൊണ്ടുപോയി ഇടരുത്. അവർ റിപ്പീറ്റഡ്ലി എല്ലാ സ്ഥലത്തും, ഉണ്ണിമൂന്തനാണെങ്കിലും അതിൻ്റെ ഡയറക്ടറാണെങ്കിലും പ്രൊഡ്യൂസറാണെങ്കിലും ജഗദീഷാണെങ്കിലും ഒക്കെ വന്ന് പറയുന്നുണ്ട്, മനസ്സിന് കട്ടിയുള്ളവർ 18 വയസ്സിൻ്റെ മുകളിലുള്ളവർ ആണോ പെണ്ണോ കയറി കണ്ടോ, 18 വയസ്സിൻ്റെ താഴെയുള്ളവർ കാണരുത്. സിമ്പിളാണ് കാര്യം. റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോയി എനിക്ക് പോലും കണ്ടിരിക്കാൻ കഴിയാത്ത വണ്ണം വയലൻസ് ഉള്ള ചിത്രം. സെൻസർ ബോർഡിനും
സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകി അഡ്വക്കേറ്റ് JS അഖിൽ. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ പരാതി നമുക്കൊന്ന് നോക്കട്ടോ. ഐ ആം അഡ്വക്കേറ്റ് ബൈ പ്രൊഫഷൻ. ഐ വാസ് ദി ഫോർമർ സിൻഡിക്കേറ്റ് മെമ്പർ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഐ പ്രിഫർ ദിസ് കംപ്ലൈൻറ്റ് ബീങ് concerned for the violence shown in movie named Marco, presently behaved in various theaters, presently exhibited in various theaters and multiplex across the state. പൊന്നെ കണ്ണിക്ക് പണ്ടാർ ലൈറ്റ് അടിച്ച് ഞാൻ തീർന്നു പോകണേ. മിക്കവാറും ഞാനിത് പറയുമ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞ് പണ്ടാറിറങ്ങുന്നത് കൊണ്ട്. ഐ വാച്ച് ദ മൂവി മാർക്കോ ഹിയർ ഇൻ ആഫ്റ്റർ റെഫേർഡ് ടു ആസ് മൂവി ഓൺ 23/12/2024. അങ്ങനെ അങ്ങേര് കണ്ടു. ഏതൊരു മോളുടെ പേരും സംഗതിയൊക്കെ അങ്ങേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വായിക്കുന്നില്ല, ബിക്കോസ് വായിക്കാൻ പോയാൽ കണ്ട് സ്ട്രെസ് എടുത്ത് ഞാൻ പണ്ടാറടങ്ങും. സോ ഈ സിനിമ ഇറ്റ് ഷുഡ് നോട്ട് ബി എക്സിബിറ്റഡ് ടു ദി ചിൽഡ്രൻ ബിലോ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 18. ഹൗവർ ഐ നോട്ടീസ് ദാറ്റ് ഇൻ മെനി തിയേറ്റേഴ്സ് മോസ്റ്റ് ഓഫ് ദി ഫാമിലി ഓഡിയൻസ് ആർ accompanied by children, and despite the fact that the movie is certified, there is no restriction on the age group below 18 years is watching the movie. അത് പാരൻസിൻ്റെ പ്രശ്നവും തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കുന്നവരുടെ പ്രശ്നമാണ്, അല്ലാതെ സിനിമാക്കാരുടെ പ്രശ്നം അല്ലെങ്കിൽ വേറെ സീൻസും ഒന്നുമല്ല. ഓക്കെ, ആഫ്റ്റർ വാച്ചിങ് ദ ഫിലിം ഇറ്റ്സ് സേഫ് ടു സേ ദാറ്റ് ദിസ് ക്ലെയിംസ് were in mere marketing policy. Forget Malayalam, Marco has some of the most disturbing moments ever seen in a Indian film. The problem is there is no real purpose or method to the endless sphere of killing, which are as glory as they can get. Sure, villains are expected to kill people, but what we see in this film are not the usual murders. Instead, ears are bitten off, limbs chopped with saw machines, hurt eye and intestine ripped out, and a baby pulled out of a mother's fetus with bare hands. അതായത് അതിലുള്ള സീനുകൾ ഇങ്ങനെ അങ്ങേര് അക്ക വിട്ട് നിർത്തി ആ വയലൻസ് സീനുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സെൻസർ ചെയ്ത് കട്ട് കഴിഞ്ഞൊക്കെ വന്ന ഒരു സാധനമാണ് ഈ ഒരു പെർട്ടിക്കുലർ സിനിമ. ഓക്കെ, അങ്ങനെയാണിത് തിയേറ്ററിലെത്തിയത്. അപ്പോൾ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവർ ഇപ്പോൾ ഈ സീനൊന്നും കണ്ടു കാണില്ല എന്നല്ലല്ലോ. ഹൃദയം പറിക്കുന്നതും സോബ്ലേഡ് കൊണ്ട് കാല് വെട്ടി മറ്റേ ശരീരം വെട്ടുന്നതും ഇതൊക്കെ മുഖപിടിച്ച് പരത്തുന്നതും ഒക്കെ ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടിയെ വലിച്ചു അതൊക്കെ കണ്ടു കാണുവിടെ. ഇവർ കാണാനായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മാക്സിമം അവർ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. അവരത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനാണല്ലോ ഇവിടെ സെൻസർ ബോർഡ് ഈ സർട്ടിഫിക്കറ്റ് പിന്നെ എന്തിന് എന്നുള്ളൊരു ചോദ്യമാണ്. ദർ ഈസ് ലൈക്ക് ഒരു പ്രോപ്പർ ബോഡി ഉണ്ട്. ആ ബോഡി അത് എക്സാമിൻ ചെയ്ത് അതിൽ കുറേ കട്ട് ചെയ്ത് കളയും ചെയ്തു. ഇനി OTT വരുമ്പോൾ അതും ഉണ്ടാവും. ഇനി OTT ബാൻ ചെയ്യണമെന്ന് പറയുമോ അവർ സിനിമ? ഇത് കാണാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇത് ഓക്കെ ആയിട്ടുള്ള ഒരു ക്രൗഡ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത്, അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിനൊരു സെൻസർ ബോർഡിലൊരു A സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് അത് പുറത്തിറക്കുന്നു, അത് ബിസിനസ് ആവുന്നു. അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ 18 വയസ്സിന് താഴെയുള്ള ഇറക്കുന്നത് ആ അച്ഛനും അമ്മയ്ക്കും ഇട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക, അല്ല വേറെ എന്ത് പറയാൻ. Thereby it is humbly prayed that your good self may be pleased to issue restrict direction to all theatres across the state to avoid children below the age group of 18 from watching the movie, as watching the same could negatively affect the children. അപ്പോൾ അങ്ങനെ തിയേറ്റേഴ്സിന് ഡയറക്റ്റായിട്ടൊരു എന്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഇത് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്ലീ ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് തിയേറ്റേഴ്സിന് ഇഷ്യൂ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അവിടുത്തെ അച്ഛനമ്മമാരാണ് ആദ്യം അത് നോക്കേണ്ടത്. ഓക്കെ, അവരാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനിപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് തടയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലെ സീൻ വെട്ടിക്കളയാനൊന്നും പറ്റുന്നില്ല. ഇനിയിപ്പോൾ റീസെൻസറിങ് ഒന്നും നടക്കുകയൊന്നുമില്ല. ഓക്കെ, അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കാൻ പോണില്ല. ഈ ആകെ കയറുന്നവർ ഞാൻ പറഞ്ഞ ആണോ പെണ്ണോ 18 വയസ്സിന് മുകളിൽ മനസ്സിന് കട്ടിയുള്ളവർ കയറുക. ഇനി 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും കൊണ്ട് അച്ഛനും അമ്മയ്ക്കും കയറണം എന്നാണ് നിർബന്ധം എന്നുണ്ടെങ്കിൽ കയറാതിരിക്കുക, കൂട്ടിയിട്ട് വരുന്നവരെ കാത്തിരിക്കുക.
ഓക്കെ. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, ഇപ്പോൾ ഞാൻ ആദ്യ ദിവസം എൻ്റെ റിവ്യൂ ഇട്ടു, പലർക്കും അത് ഓക്കെ, അവരുടെ അത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, പലർക്കും അത് കണ്ട സമയത്ത് ഞാൻ പേഴ്സണൽ ഗ്രഡ്ജ് പറഞ്ഞതാണെന്നുള്ള ഫീലിങ്ങിലൊക്കെ പലരും ഐ ആക്സെപ്റ്റ് ദാറ്റ്, നോ വറീസ്. അവരവരുടെ വേർഷൻ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, അവർക്ക് അവരുടെ രീതിയിൽ അത് എടുക്കാം. ഇനി എന്താ പറയുക, ഈ ഉണ്ണിമൂന്നിൻ്റെ കേസിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇയാൾക്ക് ഇൻഡസ്ട്രിക്കകത്ത് ഇയാൾ വളരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇയാളൊപ്പം നിന്നുകൊണ്ട് ചിരിച്ച്, അല്ലെങ്കിൽ ഇയാളുടെ വർക്കിലൊക്കെ ഭാഗമായവർ ഭയങ്കരമായിട്ട് ഇയാളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇയാളെക്കുറിച്ച് വീണ്ടും ഇയാളില്ലാത്ത സമയത്ത് മോശം പറയുന്ന. ഞാൻ ആരുമല്ല, ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരാളാണ്. ഇവിടുത്തെ ചില കോണ്ടൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും കോടിക്കണക്കിന് രൂപ എടുത്ത് ഇത്രയും സ്റ്റാർഡത്തിലേക്ക് കയറി പോകുന്ന സ്റ്റാറായ ഒരു മനുഷ്യന് ഒത്ത വില്ലെന്ന് പറഞ്ഞാൽ ഇന്നെ കൊണ്ടുപോയിട്ട് ഇന്നയല്ല നിങ്ങൾ വെക്കേണ്ടത്, ഞാനല്ല. മനസ്സിലായോ? അതിൽ ഉണ്ണിമൂന്തൻ തന്നെ ശരിക്കും ഒരു മാനക്കേടാണ് ഇന്നെ കൊണ്ടുപോയിട്ട് നിങ്ങൾ വെക്കുന്നത്. ബിക്കോസ് ഞാൻ ആരുമല്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നുള്ളൂ. ഉണ്ണിമൂന്തന് വില്ലനുള്ളത്, അല്ലെങ്കിൽ വില്ലനായിട്ട് നിൽക്കുന്നത് ഇൻഡസ്ട്രിക്കകത്തുള്ള കുറേ ആളുകളാണ്. ഓക്കെ, അവർക്കൊരു സേഫ് ഫേസ് മാത്രമാണ് അവർ എന്നെപ്പോലൊരു യൂട്യൂബറെ പിടിച്ച് വെക്കുന്നത്. അവരുടെ ഒരു സേഫ് ഫേസിന് വേണ്ടിയിട്ട് മാത്രം എന്നേ എനിക്ക് പറയാനുള്ളൂ. അവിടെ എവിടെയും നിങ്ങൾ എന്ത് ചെയ്യരുത്. ഇത് ലൈക്ക് ഉണ്ണിമുതൻ ഫാൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് അയാളുടെ ഈ കയറി വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ, നാളെ ബാറോസ് ഇറങ്ങും. ഐ ആം ടെല്ലിങ് യു, ബാറോസിനൊരു 30-40-50% പോസിറ്റീവ് കിട്ടിയാൽ തന്നെ നാളെ ഒരുപാട് പേജുകളിൽ ഈ മാർക്കോ ഇപ്പം ഡെക്കറേറ്റ് ചെയ്ത് ആഘോഷിച്ച പേജുകളിൽ അതിന് നെഗറ്റീവ് വരാൻ തുടങ്ങും. ബിക്കോസ് റിവേഴ്സ് PR എന്തായാലും അടിക്കും, കാരണം അപ്പുറത്തെ സിനിമ കയറ്റാൻ വേണ്ടിയിട്ട്. ഇത് സിനിമാക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കളിയാണ് സിനിമ അതുണ്ടേ, അത് എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരാൾ അയാളുടെ എക്സിസ്റ്റൻസ് സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ടഫ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് വന്നൊരു മനുഷ്യൻ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നൊരു മനുഷ്യനാണ്. അല്ലാതെ ഞാൻ എവിടെയും പറയുന്നില്ല. എനിക്ക് പേഴ്സണൽ ഇഷ്യൂ ഉള്ളത് എൻ്റെ വീട്ടുകാരെ പറഞ്ഞപ്പോൾ എനിക്ക് പൊട്ടി അതെൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് ആ പേഴ്സണൽ തിങ്, അത് ആ ഒരു സിറ്റുവേഷൻ അതിൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. എനിക്ക് ആ ഒരു ദേഷ്യം കിടക്കുക വെച്ചാൽ കിടക്കും, പക്ഷേ സിനിമയ്ക്കകത്ത് ഞാനത് എടുക്കില്ല. പക്ഷേ ഇയാൾക്ക് സിനിമയ്ക്കകത്ത് വെക്കാൻ ആളുണ്ട്, ഇയാളെ സിനിമകൾ തകർക്കാൻ ആളുകളുണ്ട്. ഇതെല്ലാവരും സിനിമയ്ക്കും ഉള്ള പോലെ തന്നെയാണ്, പക്ഷേ ഉണ്ണിമുന്തന് ശേഷം കൂടുതൽ കാണും. മനസ്സിലായോ? അതിൻ്റെ ഒരു ഭാഗമായിട്ട് അയാളുടെ പൊളിറ്റിക്സ് അല്ല, അയാളിലേക്ക് പറയപ്പെടുന്ന പൊളിറ്റിക്സും ഉണ്ട്, അതുമുണ്ട്. അയാളിലേക്ക് കൊടുത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. മനസ്സിലായോ? അയാൾ എവിടെയും പ്രകടമായിട്ട് പൊളിറ്റിക്സ് പറഞ്ഞിട്ടില്ല, പക്ഷെ അയാളിലേക്ക് കൊടുത്തൊരു പൊളിറ്റിക്സ്. ഞാൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, ഇയാളെ വിചാരം ഇയാൾ മറ്റേ ഹിന്ദുക്കളുടെ മൊത്തം അട്ടിപ്പറവകാശം ഇയാളെ ഏറ്റെടുത്തു എന്നാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ വിചാരം. ഈ ചങ്ങായി ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഉണ്ട്, സമാജ സ്റ്റാർ ഇമേജ് ഉണ്ടാക്കി കൊടുത്തവൻ ജിഹാദികളുടെ കൂടെ കിടപ്പായി, സ്റ്റാർ അതിനായി ആഞ്ഞു ശ്രമത്തിലാണോ എന്നു സംശയമില്ലാതില്ല. അതായത് ഇവിടെ പ്യുവറായിട്ട് ഉണ്ണിമൂന്തനെ ഒരുമാതിരി വർഗീയ വിഷയമാണ് ഇയാൾ തുപ്പുന്നത് അല്ലേ. മാളികപ്പുറം കഴിഞ്ഞ് അതിൻ്റെ സക്സസ് കഴിഞ്ഞപ്പോൾ സമാജം സ്റ്റാർ എന്നുള്ളൊരു പേര് കിട്ടുന്നുണ്ടായിരുന്നു ഉണ്ണിമൂന്തന്. ഇപ്പം മാർക്കോ വന്നപ്പോൾ ഒപ്പമുള്ള പ്രൊഡ്യൂസർ, ഡയറക്ടർ, ബാക്കിയുള്ളവരൊക്കെ വേറെ അന്യമതസ്ഥർ. അപ്പോൾ ജിഹാദികളുടെ കൂടെ എന്നുള്ളത് വെച്ചിങ്ങോട്ട് കൊടുക്കുകയാണ്. മനസ്സിലായോ? ഒരു സ്റ്റാറിലേക്ക് എത്താൻ ഇയാൾ ഇങ്ങനത്തെ പൊളിറ്റിക്കൽ ഹെയ്റ്റും റിലീജിയസ് ഹെയ്റ്റും സിനിമയിലാണെങ്കിൽ പോലും ഇയാൾക്ക് കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ നിങ്ങൾ ഓക്കെ ഫൈൻ, നിങ്ങൾ വെച്ചോ, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അത് ആഘോഷിക്കാം. അത് ഒരു പരിധി വരെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റേ വാഴ നനയുമ്പോൾ ചീനി നനയുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ, അതിൽ ഞാൻ കാണുന്നില്ല. പക്ഷെ ഇയാൾക്ക് അങ്ങനെയല്ല, ഇയാളെ പറ്റയില്ലാതാക്കാൻ എല്ലാ സൈഡിൽ നിന്നും കൂടിയുള്ള കുത്തൽ പോകുന്നുണ്ട് ഈ ഉണ്ണിമൂന്തൻ. അത് അയാൾ മനസ്സിലാക്കി അയാൾക്ക് നല്ലത്. ഇപ്പം ഞാൻ ഒന്നുമല്ലാത്ത ഞാൻ എന്നെന്തോ വില്ലനായിട്ട് കണ്ടിട്ട് നമുക്ക് വരെ വന്ന് പല കാര്യങ്ങളും ഇയാളെക്കുറിച്ച് ഇവൻ അങ്ങനെ ഇത് ഒരു ഫ്രം നോവെയർ ദേ കംസ്. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെയാണ് ഇയാളുടെ ഒരു എക്സിസ്റ്റൻസ് ഇവിടെ നിൽക്കുന്നത്, ഈ ഒരു ആക്ടറിൻ്റെ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എന്തോന്നാണ് ഇതൊക്കെ തോന്നുന്നുണ്ട് മനുഷ്യന്. കാരണം ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ കളികൾ. ഓക്കെ, ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്, കാണുന്നത് നിങ്ങളും അതിൻ്റെ ഒരു ഭാഗമാണ്. ദാറ്റ്സ് ഇറ്റ്. എന്താണെങ്കിൽ നാളെ ബറോസ് ഇറങ്ങും, എന്താണെങ്കിൽ രാവിലെ തന്നെ കയറി കാണണം.